ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വീഡിയോ. നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഒരു വിശേഷ ദിവസം വരുമ്പോൾ എന്ത് തയ്യാറാക്കുമെന്ന് ചിന്തിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ഒന്നുകിൽ ഒരു പായസമായിരിക്കും, അല്ലെങ്കിൽ ഉണ്ണിയപ്പം തയ്യാറാക്കാമെന്നായിരിക്കും. ഒട്ടും എണ്ണയൊന്നും കുടിക്കാതെ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ഉണ്ണിയപ്പം നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു 250 ഗ്രാം ശർക്കര ഒന്ന് ഉരുക്കിയെടുത്ത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു 250 ഗ്രാം പച്ചരി 4 മണിക്കൂർ കുതിർത്ത ശേഷം വെള്ളമൊക്കെ തോർത്തി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 ഏലക്കയും പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ചെറിയ ചൂടോടുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരിയും ശർക്കരയൊക്കെ നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 പാളയംകോടൻ പഴം കൂടി ചേർത്ത് ഒന്നുകൂടി നല്ല രീതിക്ക് അരച്ചെടുക്കാം. ഇപ്പം നമ്മുടെ അരച്ചെടുത്ത മാവ് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് അടച്ചു വെച്ച് കുറഞ്ഞതൊരു 3 മണിക്കൂറെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെയ്യോട് കൂടി തന്നെ നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മാവിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ആവശ്യമാണെങ്കിൽ കറുത്ത എള്ള് കൂടി ചേർത്ത് നമുക്ക് മിക്സാക്കി കൊടുക്കാം. ഞാനിവിടെ കറുത്ത എള്ളൊന്നും ചേർക്കുന്നില്ല. ഇനി ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മാവ് ഈ ഒരു പരുവത്തിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. കട്ടി കൂടുതലാണെങ്കിൽ നമുക്ക് കുറച്ച് ശർക്കര പാനിയോ വെള്ളമോ ചേർത്ത് ഒന്നുകൂടി ലൂസാക്കി എടുക്കാം. ഇനി ഞാനിവിടെ ഒരു ഉണ്ണിയപ്പ ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നെയ്യ് വേണമെങ്കിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കുറേശ്ശെയായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു മിനിറ്റൊക്കെ ആകുമ്പം ഉണ്ണിയപ്പം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ മറിച്ചും തിരിച്ചും ഇട്ട് ഒരു 1-2 പ്രാവശ്യം നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഇപ്പം നമ്മുടെ ഉണ്ണിയപ്പം പാകത്തിന് വെന്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റി ബാക്കിയുള്ള മാവും കൂടി ഒഴിച്ച് അതും കൂടിയൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു രീതിയിൽ നമ്മൾ ഉണ്ണിയപ്പം തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും എണ്ണയൊന്നും കുടിക്കാത്ത രീതിയിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം കിട്ടുന്നതാണ്. ഇതുപോലെ നിങ്ങളും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.